പ്രമേഹ രോഗികളുടെ ആശങ്കകൾക്ക് പരിഹാരമെന്ന പ്രമേഹവും കോവിഡും എന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ. പ്രമേഹ രോഗികൾക്ക് കോവിഡ് പകരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണോ? ഇല്ല. ഇതുവരെയുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രമേഹ രോഗികൾക്കും അതുപോലെ സാധാരണ ഉള്ള ഒരാൾക്കും കോവിഡ് വരാനുള്ള സാധ്യത ഒരേപോലെയേ ഉള്ളൂ. അൺകൺട്രോൾ ഡയബറ്റിസ് അഥവാ നിയന്ത്രണാതീതമായ പ്രമേഹ രോഗികളിൽ രോഗപ്രതിരോധ ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ശ്വാസകോശം ഉൾപ്പെടെ മറ്റു അവയവങ്ങളിൽ അണുബാധയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ്. അണുബാധ എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയൽ ആവാം, വൈറൽ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം. പക്ഷേ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സാധ്യത, അപ്പർ റെസ്പിറേറ്ററി എന്ന് വെച്ചാൽ നമ്മുടെ മൂക്ക്, സൈനസ്, ഫാരിങ്സ്. അപ്പോൾ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സാധ്യത ഡയബറ്റിക് ആൾക്കാർക്കും സാധാരണ ആൾക്കാർക്കും ഒരേപോലെയാണ്. പ്രമേഹ രോഗികളിൽ കോവിഡ് പിടിപെട്ടാൽ അസുഖത്തിൻ്റെ കാഠിന്യവും പ്രത്യാഘാതവും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കുമോ? തീർച്ചയായും അസുഖത്തിൻ്റെ കാഠിന്യം ഇത്തരക്കാരിൽ വളരെ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ചും അൺകൺട്രോൾ ഡയബറ്റിസ്, നിയന്ത്രണമില്ലാത്ത ഡയബറ്റീസുകാരിൽ. എന്തുകൊണ്ടാണ് കോവിഡ് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പ്രമേഹ രോഗികളിൽ അധികമാകുന്നത്? ഒരു രോഗം മനുഷ്യ ശരീരത്തെ ബാധിച്ചാൽ അതിനെ പുറന്തള്ളാൻ ശരീരം പല വഴികൾ സ്വീകരിക്കും. അതെല്ലാം തന്നെ ഒരാളുടെ രോഗപ്രതിരോധ ശേഷിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സന്തുലിതാവസ്ഥയിലുള്ള സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായൊരു സാഹചര്യമാണ് പ്രമേഹ രോഗികളിൽ. രോഗപ്രതിരോധ ശേഷി കുറവായ ഇത്തരക്കാരിൽ കൃത്യമായ പ്രതിരോധം നടക്കണമെന്നില്ല. മാത്രമല്ല, അണുബാധ വ്യാപിക്കാനുള്ള സാധ്യത ഏറെയുമാണ്. കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ മൂലം പലപ്പോഴും ശ്വാസകോശം മോശമാവുകയും തുടർന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായതിനാൽ ബാക്ടീരിയ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് വ്യാപനം നടത്തുകയും അത് അണുബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് ആണെങ്കിൽ ഒരു അതിഭീകര ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. അതായത് സൈറ്റോകൈൻ സ്റ്റോം, എൻഡോത്തിൽ ഡിസ്ഫങ്ഷനും ഉണ്ടാക്കുന്നു കോവിഡ്. ദീർഘകാല പ്രമേഹ രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ ബലഹീനമാക്കുന്നു. പ്രമേഹ രോഗികളുടെ രക്തധമനികളുടെ ആവരണം മോശമായതിനാൽ ഇവരിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത ഏറെയാകുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് അസുഖത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മ്യൂക്കോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് എന്നറിയപ്പെടുന്ന രോഗവും ഇതിനാൽ തന്നെയാണ് പ്രമേഹ രോഗികൾ അധികമായി കാണുവാനുള്ള കാരണവും. കോവിഡ് രോഗം പ്രമേഹത്തിന് കാരണമാകുന്നുണ്ടോ? അതെ, കോവിഡ് രോഗം പുതിയ പ്രമേഹ രോഗികളെ സൃഷ്ടിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ അത് തകരാറിലാക്കുന്നു. പാൻക്രിയാസിലും അതേപോലെ തന്നെ മറ്റു പല അവയവങ്ങളിലും കോവിഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. കോവിഡ് ആക്ച്വലി ഒരു സ്ട്രെസ്സാണ്. കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോൺ കോവിഡിൽ വളരെയധികം കൂടുന്നു. അതിനാൽ പ്രമേഹ രോഗികളിൽ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് പോലെയുള്ള അതിതീവ്രമായ കോംപ്ലിക്കേഷനിൽ രോഗി എത്തിച്ചേരുന്നു. ഡയബറ്റിക് പേഷ്യൻസ് ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം, റെഗുലറായ എക്സസൈസ് ചെയ്യണം, ഡയറ്റ് മോഡിഫിക്കേഷൻ, റിലാക്സേഷൻ, അതോടൊപ്പം 8 മണിക്കൂർ നല്ല ഉറക്കം കിട്ടണം. ഈ കോവിഡ് മഹാമാരിയെ എത്രയും വേഗം നമുക്ക് അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടാം.